ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ആപ്പമാണ്. ആപ്പെന്ന് പറയുമ്പോൾ ഗോതമ്പ് ആപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അടിപൊളി ടേസ്റ്റി ആയിട്ട് എല്ലാവരും പച്ചരി വെച്ച് അരച്ചിട്ടൊക്കെയാണ് നമ്മൾ അധികം ആൾക്കാർ ഞാനായിക്കോട്ടെ ആപ്പം ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ഗോതമ്പ് വെച്ചിട്ടും നമുക്ക് ആപ്പം ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമുക്ക് കഴിക്കാൻ. ആപ്പത്തിൻ്റെ അതേ സമയം തന്നെ വേണ്ടത്. നമ്മൾ ആപ്പത്തിന് അരച്ച് വെച്ചാലും 2-3 മണിക്കൂർ നമ്മൾ എടുത്ത് വെക്കും നല്ല പുളിയാകാൻ വേണ്ടിയിട്ട്. അതേ ഇത് തന്നെ ഈ ഗോതമ്പിനും മതി. അപ്പോൾ ഗോതമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സുഖമില്ലാണ്ട് ഗോതമ്പ് ദോശ, ചപ്പാത്തി ഇതൊക്കെയാണ് നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സുഖമില്ലാത്തവർക്കടക്കം എപ്പോഴും ഇതാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു വ്യത്യാസമായി ആയിക്കോട്ടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ എങ്ങനെയിരിക്കും. പക്ഷെ ചേർത്തുന്നതും തേങ്ങയും ഇതൊക്കെയാണ്. എന്നാലും ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് അവർക്കൊരു വ്യത്യാസമായിട്ട് കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആപ്പം ഇങ്ങനെ അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല പൊങ്ങി അടിപൊളിയായിട്ട് ആപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് ഗോതമ്പ് മാവ്, ചോറ്, നാളികേരം, ഈസ്റ്റ്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് അടിപൊളി ആപ്പം തയ്യാറാക്കാൻ പോണത്. ഫസ്റ്റ് വേണ്ടത് നമുക്കിതൊരു അളവ് എടുക്കണം. ആ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ പാല് പോലത്തെ ആപ്പം ഉണ്ടാക്കുക, മാവ് എങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കപ്പ് എടുക്കുക. ഒരു കപ്പ് പറയുമ്പോൾ നിങ്ങൾ ഏത് കപ്പ് എടുക്കണോ ആ കപ്പിലായിരിക്കണം എല്ലാ അളവും. ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒരു പാത്രം, അതായത് നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രത്തിലാണോ നിങ്ങൾ മാവ് എടുക്കുന്നത് അതേ പാത്രത്തിലായിരിക്കണം എല്ലാ സാധനവും എടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് ഇതാണ് ഞാൻ 2 കപ്പാണ് എടുക്കുന്നത്. രണ്ട് കപ്പ് മാവ് എടുത്തു. ഇനി നമുക്ക് 1 കപ്പ് നാളികേരം, 1 കപ്പ് ചോറ്, ഈസ്റ്റ് ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണ് ഇതാ ഈസ്റ്റ് കൂടി ഇട്ടിട്ട് വെള്ളം അളവിനെടുത്ത് എത്ര വെച്ച് എടുത്തോളൂ. ഇത് നമ്മൾക്ക് ദോശമാവ് പോലെ ആകാനുള്ളതാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയിൽ നേരിട്ട് ഇട്ട് അരയ്ക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഇല്ല ഗ്രൈൻഡറിലാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയിട്ടേ ഒഴിക്കാവൂ. കൂടുതൽ വേണ്ടവർക്ക് ഏത് പാത്രം എടുക്കണോ ആ പാത്രത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ചെയ്യാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ അനുസരിച്ചിട്ട് എടുത്തോളൂ. ഞാനിപ്പോൾ ഇതിൽ 1/2 ലിറ്റർ വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാഞ്ഞാൽ നമ്മൾ ചേർത്തിട്ട് വേണം അരച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ പരുവമാക്കിയിട്ടുണ്ട്, നോക്കിക്കോളൂ. നല്ലപോലെ നമ്മൾ അരച്ചെടുക്കണം. മിക്സിയിലും നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണം. അതായത് നമ്മൾ ദോശമാവ് പോലെ ആയിരിക്കണം. അത്രയാണ് വെള്ളമാക്കാൻ പാടുള്ളൂ. കൂടുതലും കുറവ്, ഒരുപാട് ജാസ്തിയാകാൻ പാടില്ല, എന്നാൽ കുറവായിരിക്കണം. ഒരു ജാർ എടുക്കുക. ജാറിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് അരച്ചിട്ട് വേറെ പാത്രത്തിലിട്ട് ആക്കാം. അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞിട്ടുണ്ട്. ഈ പരുവായിരിക്കണം അരച്ചൊഴിക്കുമ്പോൾ. ഇതേപോലെ നമ്മൾക്ക് കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെയും കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം. തേങ്ങ ചോറൊക്കെ നന്നായി അരയണം. അപ്പോൾ നമ്മളിത് എല്ലാം അരച്ച് നല്ല പരുവാക്കി വെച്ചിട്ടുണ്ട്. നോക്കിക്കോളൂ, ഈ അളവ് മതി. ഇതൊന്നും കൂടാനും കുറയാനും പാടില്ല. കട്ടി നമുക്ക് ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കാനാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനായി ഉപ്പിട്ട് കൊടുക്കുക. പൊടിയുപ്പ് വേണമെങ്കിലും ഇടുക, കല്ലുപ്പ് വേണമെങ്കിലും ഇടുക. ഞാൻ ചെറിയ ടീസ്പൂണിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അതിനനുസരിച്ച് ഇട്ടോളൂ. പുളിപ്പ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ടോളൂ. കല്ലുപ്പിട്ടാലും അലിയും. നമ്മൾക്ക് ഇനി മണിക്കൂറോളം ഇതിൽ വെക്കേണ്ടതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അപ്പം നല്ല ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇല്ല നമ്മൾ ജോലി ഉള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ എണീച്ച് ഇത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ട് വന്നത് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റിയ അപ്പമാവായിരിക്കും, റെഡി ആയിരിക്കും. ഒരുപാട് കൂടിയത് കൊണ്ട് കുഴപ്പമില്ല, സമയം കൂടിയത് കൊണ്ട് കുഴപ്പമില്ല. സമയം കമ്മിയാകാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്തിൽ കൂടിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കട്ടെ.
അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ എടുത്തു വയ്ക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ എങ്ങനെയാണ് ആപ്പമാവ് ഒഴിക്കണമെന്ന് കാണിച്ചു തരാം. പക്ഷെ ഒരു കാര്യം, കൂടുതൽ സമയമായതുകൊണ്ട് കുഴപ്പമില്ല, ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും വയ്ക്കണം. എന്നിട്ട് നമുക്ക് കാണാം, നല്ല പുളിച്ച് പൊങ്ങി വരട്ടാ, എന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പൂപ്പോലെയുള്ള പാലപ്പം, ഗോതമ്പ് പാലപ്പം, അതിൻ്റെ മാവ് എങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. നല്ല പുളിമണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ആപ്പം എങ്ങനെയാണ്, പാലപ്പം എങ്ങനെ ഉണ്ടാക്കണം, അതായത് ഗോതമ്പ് പാലപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. കാപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. കാപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി ചൂടാവട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പച്ചട്ടിയൊക്കെ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പം എങ്ങനെ ഒഴിക്കണമെന്ന് കാണിച്ചു തരാം. കല്ല് ഒരുപാട് ചൂടാവാൻ പാടില്ല, എന്നാൽ ചൂടാവും വേണം. നമ്മുടെ ആപ്പം ഒഴിക്കണ അതേ ലെവല് തന്നെയാണ്, അതൊന്നും ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ ആപ്പം എങ്ങനെ ആയിരിക്കണമെന്നൊന്ന് നോക്കാം. ഹായ്, അടിപൊളി ആപ്പം. കിടിലമായിട്ടുള്ള ആപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലപ്പമൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇതാ ലാസ്റ്റ് ചെയ്യണത് ബാബു ടേസ്റ്റ്. എന്തായാലും ഒരു വെറൈറ്റി അപ്പം അല്ലേ നമ്മുടെ കിടക്കാച്ചി. ഒരു പാലപ്പം എന്ന് പറയുന്ന അടിപൊളി വെറൈറ്റി അപ്പമാണ്. അതായത് പറയുമ്പോ പാലപ്പം ആണെങ്കിലും ചൂടോടെ എനിക്കാണല്ലേ ടേസ്റ്റ് ചെയ്യാൻ. എന്തായാലും കാണുമ്പോഴും പറയുമ്പോഴും പാലപ്പം, ചൂടോടെ പാലപ്പം എന്ന് പറയുകയാണെങ്കിലും ഇത് അടിപൊളി വെറൈറ്റി പാലപ്പമാണ്. എന്താ വെച്ചാൽ ഗോതമ്പ് കൊണ്ട്, ആരും കണ്ടിട്ടുണ്ടാവില്ല ഗോതമ്പ് കൊണ്ട് ഇതുവരെ ഒരു പാലപ്പം അമ്മ ചെയ്യും. എല്ലാവരും സാധാരണ അരിയും കൊണ്ടാണ് അടിപൊളിയായിട്ട് വെള്ള പാലപ്പം ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ട് പുഷ്പമ്മ അടിപൊളിയായിട്ട് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് സൂപ്പറായിട്ട് ഗോതമ്പ് കൊണ്ടുള്ള അടിപൊളി പാലപ്പം. നല്ല കാണുമ്പോൾ പാലപ്പത്തിന് മറ്റു പാലപ്പത്തിനെയൊക്കെ വെല്ലുന്ന പാലപ്പമാണ്, മൊരിഞ്ഞ് നിൽക്കുന്നത്. എന്നാലും ഇത്തിരി ചട്നി കൂടി ഇതിനു വേണ്ടി വെറൈറ്റി വെറൈറ്റി ഒരു ചട്നിയാണ് കേട്ടോ. നീ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല, അങ്ങനത്തെ ചട്നിയാണ്. ഒന്ന് നന്നായി ഇളക്കണം, മറ്റുള്ള മുളകൊക്കെയാണ്. ഇതിന്റെ എരിവൊക്കെ ഒന്ന് സെറ്റ് ആകട്ടെ കേട്ടാ. നല്ല ടേസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ, ഒന്ന് കഴിച്ചു നോക്കാം. കിടക്കാച്ചി ഒരു വെറൈറ്റി ചട്നിയും പുഷ്പമ്മതിന് വേണ്ടി സെറ്റാക്കിയിട്ടാ. നല്ല ക്രിസ്പി ആയിട്ട് പിരിപിരിയുന്നുണ്ട്. നല്ല മൊരുമൊരുക്കനെയുള്ള അടിപൊളി ആപ്പം ഇങ്ങനെ ചട്നിയിലൊക്കെ മുക്കിയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. അതെ, കിടക്കാച്ചി രണ്ടര കഴിച്ചാലൊന്നും അറിയില്ല, അത്രയ്ക്ക് നൈസുമാണ്, നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ മുക്കി മുക്കി എടുത്തിട്ട് നമ്മുടെ ആപ്പത്തിനെ പോലെ തന്നെ അല്ലേ, നാളികേരം ചോറ് എല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ട് ആപ്പം തന്നെ. പക്ഷെ ആപ്പത്തിനേക്കാൾ വെല്ലുന്ന ഒരു അടിപൊളി ഐറ്റം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും നമുക്ക് സൂലാണ്ട് ചപ്പാത്തി, ഗോതമ്പ് ദോശയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അവർക്ക് കൊടുക്കണവർക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുന്നത്. അപ്പൊ എന്താ പറയാ, പിന്നെ പല അസുഖമുള്ളവരും ഇങ്ങനത്തെ ഗോതമ്പാണ് കൂടുതലും കഴിക്കുക. അപ്പോൾ ഗോതമ്പ് കഴിക്കുന്നതിന്റെ ദോശയും മറ്റേ ചപ്പാത്തിയും മാത്രം കഴിച്ച് മടുപ്പുള്ളവർക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ ആപ്പം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി സൂപ്പറായിട്ട് കഴിക്കുക, ഗംഭീരമായിട്ട് കഴിക്കുക. ചട്നി ഇതുപോലെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ, അതുപോലെ ഉണ്ടാക്കിയ ചട്നിയും സൂപ്പറായി കിട്ടും. അപ്പം എന്തായാലും ഇതുപോലത്തെ ഒരു പാലപ്പം നിങ്ങൾ കഴിക്കാതിരിക്കരുത്, ലൈഫിൽ ഒരിക്കലും കഴിക്കണം. അത്രയ്ക്ക് സൂപ്പറാണ്, പറഞ്ഞാൽ സൂപ്പറാണ്. ഗോതമ്പിൻ്റെയാണ്, ശരീരത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്. എല്ലാവരും അപ്പോൾ ഇതുപോലെ ഗംഭീരമായിട്ട് പാലപ്പം ഉണ്ടാക്കി കഴിക്കുക. അപ്പം എല്ലാവർക്കും അടുത്ത കിടക്കാച്ചി വീഡിയോ വിടുന്നതായിരിക്കും. കിടിലമായിട്ടുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും പാടി വെച്ചിട്ടുണ്ട്. ബൈ.